ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഫ്രണ്ട്സായിട്ട് ഒരു സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ ഇന്നിപ്പോൾ ഫ്രൈഡേ ആയിട്ടുണ്ട്, ഒരു 2 o'clock ആയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോവാനായിട്ട് എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം എല്ലാവരും സ്പോട്ടിൽ കാണും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സ്പോട്ടിൽ കാണുക. നമ്മളിവിടെ വണ്ടി ഇല്ലാത്ത കൊണ്ടിട്ട് നമ്മളെ വന്ന് പിക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വരും. അപ്പം അവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത് ഫ്രണ്ട്സായിട്ട്. അപ്പം അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ്, ഹലോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന 2 പേര് എത്തിയിട്ടുണ്ട് കേട്ടോ. ലഗേജ് ഒക്കെ കയറ്റി വെച്ചു. അങ്ങനെ ഹാവലോക്കിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം നമ്മുടെ കറന്റ് ലൊക്കേഷനിൽ നിന്ന് 1 hour 30 minutes ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. പോകുന്നതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് കണ്ടു. വഴി മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് വേറെ വഴി ചുറ്റിയാണ് കേട്ടോ പോയേ. ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. എന്തോ ആകാശം എന്നെ തൊട്ടടുത്തുള്ളതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ യാത്ര. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയത് ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. 3 days 2 nights സ്റ്റേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഈ 2 കോട്ടേജാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് കറങ്ങിയെങ്കിലും ഏറ്റവും ആദ്യം എത്തിയത് നമ്മൾ തന്നെയാണ് കേട്ടോ. ഈ വീടിൻ്റെ അകവും പുറവും കാണാൻ നല്ല രസമാണ്. നമുക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ, ഗ്ലാസ്, ടോസ്റ്റർ, സ്പൂൺ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം ഈ വീടിനെ കുറിച്ച് പഴക്കമുണ്ടെങ്കിലും ഇത് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത്ര പഴക്കമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. Airbnb വഴിയാണ് കേട്ടോ നമ്മൾ ഈ വീട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ മിക്ക വീടുകളും വുഡിലോ കാർഡ്ബോർഡിലോ ഒക്കെ ആയിരിക്കും പണിതിട്ടുണ്ടാവുക. ടോട്ടൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഈ വീടിനുള്ളത്. 2 ബെഡ്റൂം താഴെയും 1 അപ്സ്റ്റേഴ്സിലും. ഈ വീട്ടിൽ ഒരുപാട് ഗ്ലാസ് വിൻഡോസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വെളിച്ചം അകത്തേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇൻഡോർ ഗെയിംസിന് വേണ്ടി ഒരുപാട് കാർഡ്സും ബുക്സും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊനോ, സ്ക്രബിൾ, പിക്ഷണറി, മോണോപോളി, ഇതൊക്കെയാണ് കേട്ടോ എനിക്കിതിൽ പരിചയമുള്ള ഗെയിംസ്. ഇതിലെനിക്കറിയാത്ത കുറേ കാർഡ്സും കണ്ടു.
ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ ബാക്ക് സൈഡ്. ലേക്ക് സൈഡ് ആയിട്ടാണ് ഈ വീടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ വന്ന് ചുമ്മാ കാറ്റുകൊണ്ടിരിക്കാനും എല്ലാവരായിട്ട് കഥ പറയാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ക്യാമ്പ് ഫയറിനും കയാക്കിങ്ങിനും വേണ്ട സെറ്റപ്പും ഇവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ. വന്ന ഉടനെ എല്ലാവരും പോയത് ഗെയിം കളിക്കാനാണ്. ഈ ഗെയിമിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടാണ് വന്നത്. വിശപ്പുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആ ബിരിയാണി നല്ലോണം അങ്ങ് ഇഷ്ടമായി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗെയിം കളിക്കാൻ പോയി. ഇതിൻ്റെ പേരും എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള ആളാണ് ഈ നിൽക്കുന്നത്. എങ്ങനെ ഗെയിം കളിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ പോയത് കയാക്കിങ്ങിനാണ് കേട്ടോ. ടൈം ഇപ്പോൾ ഇവിടെ ഈവനിങ് ഒരു 7:10 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡേ ലൈറ്റ് കൂടുതലായത് കൊണ്ടിട്ട് 9 മണി വരെ അത്യാവശ്യം വെട്ടം ഉണ്ടാവും. അടുത്ത പ്ലാൻ ചെയ്ത പരിപാടി ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. പക്ഷേ കൊതുക് കാരണം അവിടെ ഇരിക്കാൻ പോലും പറ്റിയില്ല. കൊതുക് തിരി വാങ്ങിയിട്ട് നെക്സ്റ്റ് ഡേ ചെയ്യാമെന്ന് പറഞ്ഞ് ആ പ്ലാൻ ഞങ്ങളങ്ങ് മാറ്റിവെച്ചു. സ്ക്രബിളായിരുന്നു കേട്ടോ നമ്മളുടെ അടുത്ത ഗെയിം. പക്ഷെ അത് 4 പേർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ദംഷ് കളിച്ചു. ലാസ്റ്റ് അതൊരു അടി ആവാതിരിക്കാൻ ആ കളിയും ഇടയ്ക്ക് വെച്ച് നിർത്തി. അപ്പോൾ തന്നെ ടൈം ഏകദേശം 3 മണി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നുകൊണ്ട് അന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ട്യൂണ ഫിഷ് സാൻഡ്വിച്ച് ആണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. എന്തായാലും സംഭവം കൊള്ളാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും കൂടെ ജെങ്ക ഗെയിം കളിക്കുവാണ് കേട്ടോ. എനിക്കും ഈ ഗെയിമിനെ പറ്റി അതുവരെ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ഇതിൽ ഓരോ ബ്ലോക്സ് എടുത്ത് അത് വീഴാതെ മുകളിൽ വെക്കുക എന്നുള്ളതാണ് ഗെയിം.
നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ ദേ ഇരിക്കുന്നത്. വാവക്കുട്ടിയുടെ ചാച്ചനും മമ്മിയും കയാക്കിങ് ചെയ്യുവാണ്. അത് നോക്കിയിരിക്കുന്ന എളുപ്പമാണിത്. കയാക്കിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് എല്ലാവരും ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ഫിഷ് ഫ്രൈയും മോരുകറിയാണ് കേട്ടോ. ഈ നിൽക്കുന്ന 2 പേരാണ് നമ്മുടെ കൂട്ടത്തിൽ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ജ്യൂസ് ഐസ് ബാർ കിട്ടിട്ടോ, നമ്മുടെ നാട്ടിലെ സിപ്പപ്പ്. ഈ ഐസ് ബാറും കഴിച്ച് കാറ്റും കൊണ്ട് ഇവരുടെ മീൻ പിടിക്കാൻ നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഊനോ കളിക്കുവാണ് കേട്ടോ. കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിലും കാറ്റുള്ളത് കൊണ്ട് കളി ഉഷാറായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പോയി ഫ്രഷായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇന്നലെ പാളിപ്പോയ ക്യാമ്പ് ഫയർ നടത്തണം. ഇന്ന് ഞങ്ങൾ സെറ്റാണ് കേട്ടോ. രാവിലെ തന്നെ സ്റ്റോറിൽ പോയി മോസ്കിറ്റോ കോയിലൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ കുക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചിക്കനും മീനും കബാബും ഒക്കെ ഗ്രിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അങ്ങനെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു. പാട്ടും തമാശയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഡിന്നറും കഴിച്ച് അന്നത്തെ ദിവസം നമ്മൾ പിരിഞ്ഞു. ഇപ്പം ഇവിടെ മോർണിംഗ് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്ന് ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ചായ കുടിച്ചു, ഗെയിം കളിച്ചു. ഈ ഗെയിം എല്ലാവർക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം ഞങ്ങൾ ഈ ഗെയിം ഒരുപാട് പ്രാവശ്യം കളിച്ചു. ഇവിടെ നമുക്ക് ഒരുപാട് മീൻ കിട്ടി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പോവാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാരും പറഞ്ഞോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ഹാവലോക്കിനോട് ബായ് പറയുകയാണ് കേട്ടോ. നമ്മൾ 2-3 ദിവസം ഇവിടെ നിന്ന് അടിച്ച് പൊലിച്ചു ഫ്രണ്ട്സായിട്ടൊക്കെ. അപ്പം നിങ്ങൾക്കും ഫ്രണ്ട്സായിട്ട് ഒരു 2-3 ഡേയ്സ് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണിത്. ഹാവലോക്ക് കോട്ടേജിലാണ് നമ്മളുള്ളത്. അപ്പം ഇനി നമ്മൾ എല്ലാവരും ബൈ പറയുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ ജിസമോളുടെ ചാനലാണിത്. ഡിയർ ഫോളോവേഴ്സ്, പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.
ലൈക്ക് അടിച്ചു കേറുക